ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്നത്തെ റെസിപ്പി കുഴക്കും വേണ്ട, പരത്തും വേണ്ട, ഫില്ലിംഗ് ഒക്കെ റെഡി ആയിട്ട് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ 6 സവാള എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് വേപ്പില. ഇനി ഇതെല്ലാം ഒന്ന് വഴറ്റിയിട്ടെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഇതാ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 6 സവാള അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഫില്ലിംഗ് ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് പെട്ടെന്ന് എടുത്തിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും. ഫില്ലിങ് ഇതുപോലെ അങ്ങ് 2 ദിവസത്തിനുള്ള റെഡിയാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ നോമ്പ് തുറക്കുമ്പോഴേക്കും നമുക്ക് ബാക്കി പണികളൊക്കെ ഉണ്ടാവുമല്ലോ. തരിക്കഞ്ഞി, ജീരകക്കഞ്ഞി, അത്താഴത്തിന് ഉണ്ടാക്കുക. അപ്പോൾ അതൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്കിൻ്റെ ഒരു പണി അപ്പം ഉണ്ടാവില്ലല്ലോ. അങ്ങനത്തെ നമ്മുടെ സവാളൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ പോയതിന് ശേഷം നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 5 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ച് വേപ്പില അരിഞ്ഞതും ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കുക. പെപ്പർ പൗഡറിൻ്റെ ആ ഒരു ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിൽ തന്നെ 1 ടീസ്പൂണോളം പെപ്പർ പൗഡറും അതുപോലെ തന്നെ ചില്ലി ഫ്ലെക്സ് ഒക്കെ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് വഴന്നു വന്നിട്ട് ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് വഴറ്റി കൊടുക്കുക. ഇതിലിപ്പോൾ അത്യാവശ്യം എരിവുണ്ട്. 5 പച്ചമുളകിൻ്റെ. നോമ്പ് തുറക്കുമ്പോൾ നമുക്ക് ഒരുപാട് എരിവുണ്ടാവാൻ പാടില്ലല്ലോ. അപ്പം നമുക്ക് ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലിയാണ് 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. വേപ്പിലേക്ക് പകരം മല്ലിയില ചേർക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇപ്പോൾ ഇതിലത്തെ മുളക് പൊടിയുടെ ആ പച്ചമണമൊക്കെ നന്നായിട്ട് പോയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഗരം മസാലയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഗരം മസാല ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഗരം മസാല. പിന്നെ ഇതിലേക്ക് ഇതുവരെ ഉപ്പ് ചേർത്തില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ്. അപ്പോൾ ചിക്കൻ നേരത്തെ തന്നെ ഞാൻ വേവിച്ച് പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. വേവിക്കുന്ന ടൈമിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, നുള്ള് ഗരം മസാല, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് വേവിച്ച് പൊടിച്ചു വെച്ചതായിരുന്നു. അത് കൂടെ ചേർത്ത് കൊടുത്തിട്ട് 3/4 കപ്പാണ് ചേർത്തിട്ടുള്ളത്. നന്നായിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് മിക്സായി വരുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് വേണമെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കുക. ഞാൻ ചേർക്കുന്നില്ല. പിന്നെ അത് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 സ്ലൈസ് ചീസ് ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ എഗ്ഗ്ലെസ് മൈനസ് കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്താണ്. നിങ്ങൾക്കിത് ചേർക്കണം നിർബന്ധമില്ലെങ്കിൽ വേണ്ട. വെറും ഈ ഒരു ഫില്ലിങ് മാത്രമായിട്ട് അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചീസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇത് കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് ഫില്ലിങ് കവർ ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് 1 പാക്കറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ 3 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട ബീറ്റ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ബ്രെഡ് ക്രംസ് വേണം. അതിവിടെ ഇതാ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ബ്രെഡ് റോൾ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒന്ന് സ്റ്റീം ചെയ്തിട്ട് എടുക്കുക. അപ്പം ആദ്യം തന്നെ എല്ലാം കൂടിയിട്ട് വെച്ച് കൊടുക്കുന്നില്ല. ഒരു 5 എണ്ണം വെച്ചതിന് ശേഷം പിന്നെ അങ്ങനെ ആവുന്നതിനനുസരിച്ചിട്ട് സ്റ്റീം ചെയ്തിട്ട് എടുക്കുക. കുറച്ച് നേരം ഒന്ന് സ്റ്റീം ചെയ്താൽ മതി. ഒരുപാട് നേരം സ്റ്റീം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ ഒട്ടിപ്പിടിച്ചിട്ടിരിക്കും. എല്ലാം കൂടി ഒരുമിച്ചിട്ട് സ്റ്റീം ചെയ്യണമെങ്കിൽ പിന്നെ നമ്മൾ ഫസ്റ്റിലത്തെ റോൾ ചെയ്ത് വരുമ്പോഴേക്കും ബാക്കി ടെമ്പറാവും. ഇനി നമുക്ക് ഇതുപോലെ റോൾ ചെയ്തിട്ട് എടുക്കാം. സ്റ്റീം ചെയ്ത് വെച്ചതെല്ലാം റോൾ ചെയ്തതിന് ശേഷം ഫില്ലിങ് വെച്ച് കൊടുക്കുക. സാൻഡ്വിച്ച് ബ്രെഡ് ആണെങ്കിൽ ഇതുപോലെ റോൾ ചെയ്യുമ്പോൾ നല്ലൊരു ഷീറ്റ് പോലെ തന്നെ കിട്ടും. അപ്പം എനിക്ക് കിട്ടിയിട്ടുള്ളത് സാധാ ബ്രെഡ്, മിൽക്ക് ബ്രെഡ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇത് അവിടെയും ഇവിടെയും കുറേശ്ശെ ഇങ്ങനെ പൊട്ടുന്നത്. ബാക്കിയുള്ള ബ്രെഡും സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതുകൂടെ ഇതുപോലെ തന്നെ റോൾ ചെയ്തിട്ട് എടുക്കുക. ഇപ്പം എല്ലാം റോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഫില്ലിങ് വെച്ച് കൊടുക്കുക. 1 സ്പൂണ് ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഒരുപാട് വെച്ച് കഴിഞ്ഞാൽ അത് റോൾ ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോവും. എന്നിട്ട് ഇതുപോലെ സൈഡിലൊക്കെ വെള്ളം കൊണ്ടൊന്ന് നനച്ചു കൊടുക്കുക, ഒന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് റോൾ ചെയ്തിട്ട് കൊടുക്കുക. എല്ലാ സൈഡും ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒട്ടിയിട്ടിരുന്നോളും. ഇങ്ങനെ റെഡിയാക്കിയിട്ട് എടുക്കാം.
ഇതുപോലെ ചെയ്തിട്ട് ഫില്ലിങ് നിറച്ചതിന് ശേഷം അടയുടെ അച്ചുണ്ട് അങ്ങനെ വെച്ചിട്ട് ഞാൻ ചെയ്യാറുണ്ട്. അതും എളുപ്പം തന്നെയാണ്. അപ്പോൾ നമുക്ക് അടയുടെ ഷേപ്പിൽ കിട്ടും ചെയ്യും. ഈ ഒരു ഫില്ലിങ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചീസും മയോണൈസും കൂടിയുള്ള ആ ഒരു ഫില്ലിങ് ചേർത്തപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഫില്ലിങ്ങിനുള്ളത്. ഇത് വേണമെങ്കിൽ നമുക്ക് സമൂസ ഷീറ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ടും അങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഞാനിതിൻ്റെ ബാക്കിയുള്ള ഫില്ലിങ് സമൂസ ഷീറ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ നമ്മൾ ബാക്കിയുള്ളതും റെഡിയാക്കിയിട്ട് എടുക്കുക. ഇനി നിങ്ങൾക്ക് ഫില്ലിങ് ഇതുപോലെ തന്നെ ആക്കി വെച്ചിട്ട് ബ്രെഡിൻ്റെ ഉള്ളിലാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുക. ഒട്ടും തന്നെ അത് പൊട്ടിപ്പോകുന്നില്ല. ഇന്നത്തേക്കുള്ളത് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി ഫില്ലിങ് ഞാൻ ഫ്രീസറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ എല്ലാം റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിലാക്കിയിട്ട് ഓരോന്നും റെഡിയാക്കിയിട്ട് എടുക്കുക. രണ്ട് സൈഡും നന്നായിട്ട് തന്നെ ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തിട്ട് എടുക്കണം. അപ്പോഴാണ് ഫ്രൈ ആക്കിയിട്ട് വരുമ്പോൾ നല്ലൊരു ക്രിസ്പി ഉണ്ടാവുക. ബ്രെഡ് ആയതുകൊണ്ട് ഒരുപാട് എണ്ണ കുടിക്കുന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഒട്ടും തന്നെ അത് എണ്ണ കുടിക്കൂല. നമ്മൾ ഷാലോ ഫ്രൈ ഒക്കെ ചെയ്തെടുക്കുമ്പോഴാണ് ബ്രെഡ് എണ്ണ കുടിക്കുക. ഇപ്പോൾ അതെല്ലാം മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിലാക്കിയിട്ട് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് എണ്ണ ചൂടായി വന്നാൽ ഓരോന്നിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ 2 വെച്ചാണ് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത്. ചെറിയ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ആകുമ്പോൾ ഒരുപാട് ഓയിൽ വേസ്റ്റ് ആവില്ല. ഒരു സൈഡ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് കൊടുക്കരുത്. പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മളിത് ഫ്രൈ ആക്കിയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അടുത്തതും ഇട്ട് കൊടുക്കുക. ഇങ്ങനെ 2 വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഈ ഒരു സ്നാക്ക് എന്തായാലും കുട്ടികൾക്ക് നല്ലോണം ഇഷ്ടപ്പെടും. പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഫില്ലിങ്ങും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ സ്നാക്കുകൾ റെഡി ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.